ചിരിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടില്ലേ, എന്തൊരു സന്തോഷ. സ്വിമ്മിങ്ങിന് പോവാ, വെറുതെ അല്ല, അത്ര സന്തോഷം അല്ലേ. സ്വിമ്മിങ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഗ്രൂമിങ് ചെയ്യാൻ. പിന്നെ ഡേയ്സൂട്ടിക്ക് അറിയാത്ത വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഇന്ന് ഡോക്ടർ അങ്കിളുടെ അടുത്ത് കാണാൻ പോണം. എനിക്കൊന്ന് നോക്കട്ടോ അച്ഛനെ. അച്ഛൻ വില്ലീസിൽ സ്കൂള് റെഡിയാണോ നോക്കാൻ വേണ്ടി പോയതാ. ഇപ്പോൾ ഇരിക്കുന്നത് നോക്കി. അല്ലെങ്കിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തീരെ ക്ഷമ ഉണ്ടാവില്ലേ. തീരെ ക്ഷമ ഉണ്ടാവില്ല. കയറി അതിൻ്റെ ഉള്ളിൽ ഗേറ്റ് കിടന്നങ്ങോട്ട് കയറിയാൽ നേരെ വെള്ളത്തിൽ ചാടണം. അപ്പോൾ അച്ഛൻ ജസ്റ്റ് ഒന്ന് പോയി ചോദിച്ചിട്ട് പൂള് സെറ്റാണോ എന്ന് നോക്കിയിട്ട് വരാൻ പോയതാ. ആ മുഖം കണ്ട. ഓ ഹലോ, ഇവിടെ വരൂ, അമ്മരത്ത് വരൂ. ഇവിടെടാ പാടമുത്താ. ഡേയ്സുവിൻ്റെ സ്വിമ്മിംഗ് പൂള് ക്ലീൻ ചെയ്തിട്ടില്ല കേട്ടോ. ഇത്ര നേരത്തെ ആയതുകൊണ്ടേ അവർ ജസ്റ്റ് മീൻസ് അവരുടെ കെഫെ ഓപ്പണിംഗ് ടൈം ആവണേ ഉള്ളൂ. അതെ, ആക്ച്വലി അയാൾ വിളിച്ചിട്ടാ വരാറെന്ന് വിളിക്കാൻ മറന്നുപോയതാണ്. ഇപ്പൊ ഞങ്ങൾ നേരെ ഡേയ്സിന്റെ ഡോക്ടറുടെ അടുത്തേക്ക് പോവാണ്. നമുക്കൊരു റുട്ടീൻ ചെക്കപ്പ് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാൻ വല്ലപ്പോഴും ചെയ്യാറുണ്ട്. 1 in 3 months ഒക്കെ അവളുടെ ഡിവോമിങ്ങിന്റെ സമയമായി. അപ്പോൾ അത് മെഡിസിൻ വാങ്ങണം. അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട്. അതെ, കുരുത്തക്കേടിന് ഒരു ഇഞ്ചക്ഷൻ കിട്ടുമോ ചോദിക്കുക. അതെ, വെയിറ്റ് നോക്ക് പോട്ടെ. വെയിറ്റ് നോക്ക്, കയറിട്ടെ എത്ര നോക്കട്ടെ. മകളെ നല്ല തീറ്റ തുടങ്ങി. 2 കിലോ കൂടി ഉണ്ട്. 2 കിലോ പോവാന്ന് മതിന്ന്. എന്ത് പോവാ? ഡോക്ടറിനോട് പോയിട്ടുണ്ട്. എന്താണ് മരുന്ന് നോക്കണ്ടേ? എന്തെങ്കിലും ടെസ്റ്റ് ഒക്കെ നോക്കണ്ടേ? വേണ്ടേ? നോക്കണ്ടേ? ഗുളിക കഴിക്കണ്ടേ? അത് വേണ്ട, വേറെ ഒരു ഇൻട്രസ്റ്റ് ഇല്ല. കളിക്കാ തിന്ന കിടന്നുറങ്ങാ പിന്നെ ഉറപ്പിക്കും. ടോയ് വല്ലതും വേണോ? ഏന്ന് ക്ഷീണിച്ച് നാക്ക് ഇതാ പുറത്തിട്ട് കേട്ടോ. വെള്ളം വേണോ? ഏത് ടോയ് വേണോ? ടോയ് വേണോ? വേണ്ടേ? ഡോക്ടറിനെ വിളിക്കണോ? അമ്പോ ചെല്ലും, മരുന്ന് കഴിച്ചേരാ. കഴിഞ്ഞേ പിന്നെ എന്നെ കുത്തി കഴിഞ്ഞ പിന്നെ ഞാൻ നിന്നെ പോലെ വന്നിരിക്കുന്നു. നോക്കി 6 അമ്പോ ഇനി 15-20 ദിവസത്തിൽ 6 വയസ്സാവും. അമ്പൂട്ടിയുടെ പറഞ്ഞാലല്ലേ വരാൻ പോണേ. അമ്മച്ചോ നല്ല ധൈര്യം കൂടുതൽ, കാരണം നിങ്ങളുടെ കാലിൻ്റെ അടിയിൽ എൻ്റെ കാലിൻ്റെ അടിയിലും കൂടെ ആയിട്ട് വന്നിരിക്കണം. അച്ഛനെ മോട്ട് ഇതെന്താ ഈ മൊത്തം കാണിച്ചു വെച്ചെങ്ങനെ? കാലൊക്കെ നോക്കി അതിന്റെ കളറ് നടക്ക്. ഇവിടെ എത്തിയ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, നേരെ പോവും. സ്വിമ്മിംഗ് പൂളിൽ ചാടുക, കുത്തി മറിയുക, വരിക, തന്നെ അവളുടെ പരിപാടി. ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട് തോന്നുന്നു. ഡേയ്സുട്ടി ആ പൂളിന് ചുറ്റും വലം വെക്കട്ടോ, എന്നിട്ടൊക്കെ ചാടുള്ളൂ. ഒന്ന് നോക്കാൻ തോന്നുന്നു. നിരീക്ഷണം. സ്വന്തം സേഫ്റ്റി ഉറപ്പ് വരുത്തണ്ടേ. അല്ല പിന്നെ അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ. നല്ല സുഖം ഉണ്ടാവും സ്വിമ്മിംഗ് പൂളിൽ കളിക്കാൻ. അവൾക്ക് പൂളിൽ കളിക്കാം, നമ്മൾ പിന്നെ അവളുടെ അടുത്ത് തന്നെ നോക്കി നിൽക്കണം കേട്ടോ. അങ്ങോട്ടെങ്ങാനും നമ്മൾ തണലത്തേക്ക് മാറി നിൽക്കാന്ന് വെച്ചാൽ അവള് സമ്മതിക്കൂല. അവളുടെ അടുത്ത് തന്നെ നിൽക്കണം. അച്ഛയമ്മയെങ്ങാനും വണ്ടി എടുത്ത് സ്ഥലം വിട്ടാലോ ആ പേടി കേട്ടോ കുഞ്ഞുമണിക്ക്. പോയനാണത്. കുഞ്ഞു പീകളാട്ടോ ഒച്ച ഉണ്ടാക്കണത്. അവളെന്നെ എനിക്കിത് വെള്ളത്തിൽ കൊണ്ടിട്ട് ആരും വേണ്ട, ആരുടെ സഹായം വേണ്ടാന്ന്. വെരി ഗുഡ്. ഗൂഗിളാണ് ഗൂഗിള്. ഹലോ കുളിക്കാൻ പോയതാ. ഡേയ്സുട്ടിനെ കുളിക്കാൻ വിട്ടിട്ട് ഇരുന്ന് തിന്ന. അത് ശരി, ഫോട്ടോ അല്ല വീഡിയോ ആണ്. ചുന്ദരി വന്നിട്ടോ അവിടെ കിടന്ന്. ആ മുഖം ഒന്ന് കാണട്ടെ ഞാന്. ചുന്ദരിന്റെ മുഖം ഒന്ന് കാണട്ടെ അമ്മ. എന്റെ ഒരു മനാനേ. അമ്മ ചൊത്തിന്റെ മുഖം ഒന്ന് കാണട്ടെ അമ്മ. ഇവിടെ ആ ഇത്രയേ ഉള്ളൂ. നാളെ കുളിച്ച ചുന്ദരി ആയതാണ് കേട്ടോ. മാലടണ്ടേ? ചുക്കുടി മഞ്ഞേ. ഞങ്ങള് ക്ഷീണിച്ചിട്ടോ. എന്ത്